PFI ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 977 പേരുണ്ടെന്ന സുപ്രധാന NIA റിപ്പോർട്ടാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഇതര മതസ്ഥരെയും രാഷ്ട്രീയ മതനേതാക്കളെയും PFI ലക്ഷ്യം വച്ചെന്നും NIA കണ്ടെത്തിയിരുന്നു. PFI ഹിറ്റ് ലിസ്റ്റിൽ റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്ന വിവരവും ഞെട്ടിക്കുന്നതായിരുന്നു. 4 PFI ഭീകരവാദികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, നടിയെ ആക്രമിച്ച കേസ് നാളെ വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കളുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയും നാളെ പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരും. ജിജീഷ്, പ്രധാനമായും 3 വാർത്തകൾ. അതിലൊന്നാമത്തേത് PFI ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിലെ 977 പേരുണ്ടെന്ന വാർത്ത. അതായത് ഈ നിരോധിച്ച ശേഷവും സജീവമാകാനുള്ള ഏത് ശ്രമത്തെയും കഴുത്തിന് പിടിക്കാൻ NIA പിന്നാലെയുണ്ട്, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും ഒരു നിരന്തരമായ നിരീക്ഷണം ഇത്തരത്തിൽ PFI ഭീകരവാദികളുടെ ഓരോ പ്രവർത്തനവും എങ്ങനെയെല്ലാം പോകുന്നു, അല്ലെങ്കിൽ നിരോധനത്തിന് ശേഷവും അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതിൻ്റെ രഹസ്യ പ്രവർത്തനങ്ങൾ എങ്ങനെ എന്നെല്ലാമുള്ള നിരീക്ഷണമുണ്ട്. ഇതിനിടയിലാണ് സുപ്രധാനമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൂടി ദേശീയ അന്വേഷണ ഏജൻസി നൽകിയിരിക്കുന്നത്. അതിലാണ് 977 ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്രയും ആളുകൾ, 1000-ഓളം പേരുൾക്കൊള്ളുന്ന ഹിറ്റ് ലിസ്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, ഇതര മതസ്ഥരായ ആളുകൾ, മറ്റു മതങ്ങളിൽ നിന്നുള്ള മതസമുദായ നേതാക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിറ്റ് ലിസ്റ്റ് ഓരോ ജില്ലയ്ക്കും തയ്യാറാക്കിയിട്ടുണ്ട്. കൊലപ്പെടുത്തേണ്ടവരുടെ ഏതെങ്കിലും ഒരു സംഘർഷ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ, സംഘർഷ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അതൊരു അവസരമാക്കിക്കൊണ്ട് കൊലപ്പെടുത്തുക എതിരാളികളെ, അല്ലെങ്കിൽ തങ്ങൾക്കെതിരായി സംസാരിക്കുന്ന ആളുകളെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരമൊരു ആസൂത്രിത നീക്കമാണ് PFI ഭീകരവാദികൾ നടത്തിയിരിക്കുന്നത് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി NIA കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 4 PFI ഭീകരവാദികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി സുപ്രധാനമായ വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ വെച്ചത്. ഈ റിപ്പോർട്ടുകൾ അംഗീകരിച്ചുകൊണ്ട് കോടതി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇതിലെ ചില പ്രതികളിൽ നിന്നടക്കം പിടിച്ചെടുത്തിട്ടുള്ള ഹിറ്റ് ലിസ്റ്റുകളുടെ വിവരങ്ങൾ കൂടി NIA ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പ്രതിയിൽ നിന്നും 240 ആളുകളുടെ പേരുകൾ ഉൾപ്പെട്ട ഹിറ്റ് ലിസ്റ്റാണ് പിടിച്ചെടുത്തത് എങ്കിൽ പെരിയാർ വാലിയിൽ നിന്ന് PFI ഭീകരവാദികളുടെ ആസ്ഥാന കേന്ദ്രമായ പെരിയാർ വാലിയിൽ നിന്ന് 5 പേരുടെ പട്ടിക, കൊലപ്പെടുത്തേണ്ടവരുടെ 5 പേരുടെ പട്ടിക പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചപ്പോഴെല്ലാം തന്നെ ഇത്തരത്തിൽ പട്ടിക തയ്യാറാക്കിയിരുന്നു കൊലപ്പെടുത്തേണ്ടവരുടേത് എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് എന്നുകൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പാലക്കാട്ടെ RSS പ്രവർത്തകനായ ശ്രീനിവാസനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണ്. ഇതിനു മുമ്പ് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ശ്രീനിവാസനെ. മറ്റു ചില ആളുകളും ഉണ്ടായിരുന്നു, മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു. അവർക്ക് ശേഷം, അല്ലെങ്കിൽ പെട്ടെന്ന് അവരിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ആക്രമിക്കാൻ അവരെ കൺമുന്നിൽ കിട്ടിയില്ല എങ്കിൽ മറ്റൊരാൾ എന്ന നിലയിൽ നിരവധി ആളുകളുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. യുവ നേതാക്കളുടെ അടക്കം ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു PFI ഭീകരവാദികൾ മുന്നോട്ട് പോയിരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയും ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയും ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെ, റിപ്പോർട്ടേഴ്സ് വിങ് എന്ന പേരിൽ PFIക്കുണ്ടായിരുന്നു. അതുകൂടാതെ ആക്രമണ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ആയുധ പരിശീലനം ലഭിച്ച വലിയൊരു സംഘവും PFI ഭീകരവാദികൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റിപ്പോർട്ടേഴ്സ് വിങ് നൽകുന്ന പട്ടികയിലെ ആളുകളെ കൊലപ്പെടുത്തുക എന്ന ദൗത്യമായിരുന്നു PFI ഭീകരവാദികളിൽ ഏറ്റെടുക്കുകയും നടിയെ ആക്രമിച്ച കേസ് മഞ്ഞുമൽ ബോയ്സ് നാളെ സംഭവിക്കാനിരിക്കുന്നത്. കൃഷ്ണരാജൻ, 2 കോടതികളുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസിലേക്ക് തന്നെയാണ് നാളെ കൊച്ചിയിൽ പോകുന്നത്. അതിലൊന്ന് നടിയെ ആക്രമിച്ച കേസാണ്. അതിൻ്റെ വാദങ്ങളെല്ലാം തന്നെ പൂർത്തിയായി അന്തിമ വിധിക്കായി കാത്തിരിക്കുന്നു. അതിനിടയിൽ ഒരിക്കൽ കൂടി കോടതി ഈ കേസ് പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ, 2 ഭാഗത്തിൻ്റെയും വാദങ്ങൾ പൂർത്തിയായത് ആണ് എങ്കിൽ കൂടി അതിൻ്റെ ചില സൂക്ഷ്മ പരിശോധനകളാണ് ഇനി കോടതിക്ക് പൂർത്തിയാക്കാനുള്ളത്. അത്തരം സൂക്ഷ്മ പരിശോധനകളുടെ
പൂർത്തിയാക്കൽ നടപടികളുടെ ഭാഗമായിട്ടാണ് നാളെ നടിയെ ആക്രമിച്ച കേസ് കോടതി പരിഗണിക്കുന്നത്. 240ഓളം സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു. വാദിഭാഗത്തിന്റെയും ഒപ്പം തന്നെ പ്രതിഭാഗത്തിന്റെയും എല്ലാം, പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും എല്ലാം വാദങ്ങൾ കൃത്യമായി കേൾക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഏറെ കുളിളക്കം സൃഷ്ടിച്ച പ്രധാനപ്പെട്ട മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസ് ഹൈക്കോടതിയുടെയും പരിഗണനയ്ക്ക് വരുന്നത്. അവിടെ സൗബിൻ ഷാഹിർ അടക്കം, നടനും നിർമ്മാതാവുമായ സൗബിൻ അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് നാളെ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ആ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില വിവരങ്ങൾ പരാതിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു. ആസൂത്രിതമായ ഒരു തട്ടിപ്പായിരുന്നു ഈ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത്. തന്റെ കയ്യിൽ നിന്ന് പണം അപഹരിക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത്. അങ്ങനെയാണ് 7 കോടി രൂപ വാങ്ങുകയും 40% ലാഭവീതം വാഗ്ദാനം ചെയ്ത ശേഷം വലിയ തുക ലാഭം നേടിയ ഈ സിനിമയുടെ പേരിൽ തനിക്കൊന്നും തിരിച്ചു നൽകാതിരിക്കുകയും ചെയ്തത് വലിയ ചതിയാണ്, തട്ടിപ്പാണ് എന്ന കാര്യം പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം അനുവദിക്കരുത്, മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നും പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചത്. ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നിലവിൽ കേസ് കോടതി പരിഗണിക്കുന്നതിനാൽ ആ നോട്ടീസ് അനുസരിച്ച് സൗബിന്റെ പിതാവ്, സഹ നിർമ്മാതാവോ ഹാജരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടികൾ കോടതി എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുക എന്നത് ഇതിൽ ഏറ്റവും സുപ്രധാനവുമാണ്. ശരി, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജേഷ് കരുണാകർ.